വർഷങ്ങളിലൊരിക്കലാണ് എനിക്കൊരു ഓർഡർ കിട്ടാറ്. അപ്പോൾ ഈ വർഷത്തെ ഓർഡർ ഇതാ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇത് എൻ്റെ കസിൻ തന്നിട്ടുണ്ടായിരുന്ന ഒരു ഓർഡറായിരുന്നു. അതെന്ന് പറയുന്നത് ഒരു ചെറിയൊരു ബേബി ഹാമ്പറും ഐറ്റംസൊക്കെ വെച്ചിട്ടുള്ള ഒരു ഹാമ്പറും പിന്നെ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ഹാമ്പറും കൂടിയിട്ടായിരുന്നു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് തന്നെ 2-3 ദിവസം വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ ഈദൊക്കെ കഴിഞ്ഞ ഒരു ടൈമിലായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് നല്ല റഷും കാര്യങ്ങളൊക്കെ ഉണ്ട ഒരു ടൈമായിരുന്നു. ബട്ട് സംഹൗ ഐ മാനേജ്ഡ് ഇറ്റ്. 2 ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ടായിരുന്ന ഓർഡർ ആയിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ എല്ലാം ഒരേപോലെ 2 ഉണ്ടാക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് 2 ബേബി ഹാമ്പറും 2 ചോക്ലേറ്റ് ഹാമ്പറും വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഗിഫ്റ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഈ ഒരു ബോക്സ് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 150 റുപ്പീസാണ് ഞാൻ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല ഒരു ബോക്സ് തന്നെയായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ ബോക്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇതുപോലത്തെ ഹാമ്പേഴ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലേക്ക് ഒന്ന് DM ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ചോക്ലേറ്റ് ഹാമ്പറാണ്. എന്തൊക്കെ ചോക്ലേറ്റ്സ് ആണ് വേണ്ടത് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞ ചോക്ലേറ്റ്സ് ഒക്കെയും വാങ്ങിച്ചിട്ടുണ്ട്. ഇതുപോലത്തെ പണ്ടേ കഴിക്കാറുള്ള കുറച്ച് നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഐറ്റംസ് ആയിരുന്നു വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതൊക്കെയും വാങ്ങിച്ചിട്ടുണ്ട്. ആൻഡ് ഇതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊരു പ്ലാനോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു റെഫറൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇഷ്ടമുള്ള പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ആദ്യം ഞാൻ ഒരു ബാസ്ക്കറ്റിലൊക്കെ വെച്ച് കുറച്ച് കാണുന്ന രീതിയിലൊക്കെ ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഉറുമ്പൊക്കെ വരുന്നതുകൊണ്ട് ഞാൻ ഇത് നല്ലോണം സെക്യൂർ ചെയ്ത് പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ചോക്ലേറ്റ്സൊക്കെ 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് 2 ആൾക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതൊക്കെ 2 ആക്കിയതിന് ശേഷം ഞാൻ നല്ലൊരു കാർഡ്ബോർഡ് ബോക്സിൽ ഇതൊക്കെയും നല്ല രീതിയിൽ നല്ലോണം പാക്ക് ചെയ്ത് നമ്മുടെ പ്ലാസ്റ്ററൊക്കെ ഇട്ട് നല്ലോണം പാക്ക് ചെയ്തിട്ട് ഒരു കാർഡ്ബോർഡിൻ്റെ ബോക്സിലിട്ട് അതും നല്ല രീതിയിൽ പ്ലാസ്റ്ററൊക്കെ ഇട്ട് നല്ലോണം അങ്ങ് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധനങ്ങളൊക്കെ ഇതുപോലൊന്ന് നല്ല രീതിയിൽ പിക്കൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ നല്ലോണം ഇതുപോലൊന്ന് അറേഞ്ചൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കയ്യിൽ നല്ലൊരു ഫോണില്ലാത്തത് കൊണ്ട് അതും ക്യാൻസലായിപ്പോയി. അങ്ങനെ ഞാൻ ഫോട്ടോസൊന്നും പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതുപോലത്തെ ഫോട്ടോസൊന്നും എടുക്കാണ്ട് ഞാനിതൊക്കെ ഇതുപോലെ ഒന്ന് നല്ലോണം പാക്കാക്കി കൊടുത്തു. അതിനുശേഷം ഒരു സാറ്റിൻ ക്ലോത്ത് വെച്ചിട്ട് ഞാനതിൻ്റെ ഔട്ടർ പാക്കും കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ സമയവും സാഹചര്യവും അങ്ങ് ഒത്തു വരാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ കുറച്ചായിട്ട് ഇതുപോലെ ഈ ഒരു ഷോർട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാമ്പേഴ്സിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക.